ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇഞ്ചിപ്പുളി ചിക്കൻ കഴിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇഞ്ചിപ്പുളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഓത്തൻറ്റിക് റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ചിക്കൻ, ഒരു 250 ഗ്രാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് സ്വല്പം നാരങ്ങാ നീരും കൂടെ ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നന്നായി നമുക്ക് വറുത്തെടുക്കണം. വറുത്ത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പം നമുക്കിത് മാറ്റി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാമേ. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുക. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് നന്നായി തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അതേ എണ്ണയിലേക്ക് ഒരു 4 വറ്റൽമുളക് ഡ്രൈ റെഡ് ചില്ലി ചേർക്കുക. പിന്നെ ഒരു 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒപ്പം 2 പച്ചമുളകും കീറി ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇത് വഴറ്റിയെടുക്കുക. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കണേ. പിന്നെ പുളി നാരങ്ങ വലിപ്പത്തിലെടുത്ത് വെള്ളത്തിൽ ചാലിച്ചത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചി നന്നായി പൊടിച്ചെടുക്കുക, ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടിത് ഇനിയും നന്നായി ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു നുള്ള് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പം അടി പിടിക്കാതെ നോക്കണേ. പിന്നെ ഇതൊന്ന് കട്ടിയായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ ഓക്കെ ആണോ നോക്കുക. ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് അറിയാമല്ലോ, അപ്പം ആ ഒരു ടേസ്റ്റിൽ വരണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പം ഇത് വെള്ള എള്ള് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഒരു 5 മിനിറ്റ് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതിലേക്ക് വെള്ള എള്ള് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല കിട്ടുമാണോ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിപ്പുളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇഞ്ചിപ്പുളി ചിക്കൻ ഇവിടെ റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ വെള്ളയിൽ ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാമേ. ഞാനൊരു ഭംഗിക്ക് ഞാനിവിടെ ടൂയി ഉണ്ടാക്കിയിട്ടുണ്ട്. ടൂയി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ ഒരു ദിവസം റെസിപ്പി ഇടാം കേട്ടോ. ഗാർണിഷിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ടൂയി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസും കൂടെ ഒരു ഭംഗിക്ക്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ലേ, ആ ഒരു സെർവിങ് മോഡിലിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും, മക്കൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് ട്രൈ ചെയ്ത പിക്ചർ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം. ഞാൻ ഫേസ്ബുക്ക് പേജിലിടാം. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു കിഡു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ. സ്റ്റേ സേഫ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.